ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ 105-ാമത്തെ ദിവസമാണ്. ബ്രീത്തിങ്ങിലൂടെ നമ്മൾക്ക് നേടാൻ പറ്റുന്ന അസാധാരണമായ കഴിവുകളെ കുറിച്ചാണ് നമ്മൾ തുടർച്ചയായി പഠിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ സ്ട്രെസ് റിഡക്ഷൻ എങ്ങനെ ബ്രീത്തിങ്ങിലൂടെ സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാബ് സാർ. നമ്മൾ ജീവിതത്തിൻ്റെ അനേക വിരോധാഭാസങ്ങൾ അറിയുന്നവരാണ്. നമ്മുടെ വളർച്ചയിൽ അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ ഇങ്ങനെയെല്ലാം ഇപ്പം ഒരു പരിധി വരെ ഏതൊരു പ്രായത്തിലും നമ്മൾ ഒരു വശത്ത് നമ്മൾ അറിവ് തേടുന്നു, അല്ലെങ്കിൽ വലിയവരാണെന്ന് നമ്മൾ ഭാവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വലിയ ശക്തന്മാരാകുന്നു. ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരി അല്ലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മൾ പറയുന്ന വ്യക്തികളും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ ആയിട്ടുള്ള നേട്ടങ്ങൾ, AI-യുടെ നേട്ടങ്ങൾ, ഇതെല്ലാം നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ട്. മനുഷ്യന്റെ കഠിനമായ പ്രയത്നത്തിന്റെ ചിന്തയുടെ എല്ലാം ഭാഗമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കാണുന്ന ഞാൻ കാണുന്ന അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ കാണാൻ സാധിക്കുന്ന വലിയൊരു വിരോധാഭാസമുണ്ട്. എന്താണെന്നറിയാമോ? ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആ വസ്തുത നമ്മൾ അറിയാതെ പോകുന്നു. നമ്മൾ ഉയരും തോറും നമ്മുടെ താഴെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ചുവട് എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നതെന്ന ആ വാസ്തവം, ആ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു 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 ജീവികളാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഞാനിത് പറയാനുള്ള കാരണം ഇതാണ്. ഇന്ന് നമ്മൾ പറയുന്നു ബ്രീത്തിങ് ഫോർ സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്ന വിഷയം എടുക്കുമ്പോൾ ലോകത്തുള്ള ഭൂരിപക്ഷം മനുഷ്യർക്കും അറിഞ്ഞുകൂടാ അവരേതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമകളാണെങ്കിൽ അല്ലെങ്കിൽ രോഗബാധിതരാണെങ്കിൽ ഒരു 80%, 90% അവരുടെ രോഗങ്ങൾക്കും അവർക്ക് തന്നെ അതിനുള്ള പരിഹാരം അല്ലെങ്കിൽ ആ രോഗത്തിൽ നിന്ന് വിമുക്തി നേടുന്നതിന് അവർക്ക് തന്നെ കഴിയുമെന്നുള്ള ആ യാഥാർത്ഥ്യം അറിയാത്തവരാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഷുഗർ ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം മരുന്ന് കഴിക്കണം. ഡോക്ടർമാർ പറയുന്നുണ്ട്, അത് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിലൂടെ നമുക്ക് നമ്മളുടെ ബ്രീത്തിങ്ങിലൂടെ ഒട്ടനവധി രോഗങ്ങൾക്ക് പൂർണ്ണമായി വിമുക്തി നേടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കുറെ ശതമാനമെങ്കിലും ആശ്വാസം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതേക്കുറിച്ച് ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആരും പലപ്പോഴും സംസാരിക്കാറില്ല. എല്ലാ ബിരുദങ്ങളും നേടി ചികിത്സാ വിദഗ്ധന്മാരായിട്ടിരിക്കുന്ന ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ മരുന്ന് കുറിച്ച് കൊടുക്കുന്നു, ഗുളിക കുറിച്ച് കൊടുക്കുന്നു, ഇത് കഴിച്ചോളാൻ പറയുന്നു. 1-2 വർഷം കഴിയുമ്പോൾ അത് പോരാത്തത് കൊണ്ട് കുറച്ചുകൂടി ഡോസ് ഉള്ള മരുന്ന് കൊടുക്കുന്നു. ഇങ്ങനെ ഉള്ള ആ ഒരു ജീവിത രീതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളിൽ തന്നെ ഉള്ള ആ കഴിവിനെ അല്ലെങ്കിൽ ആ സിദ്ധിയെ അത് വളർത്തി അല്ലെങ്കിൽ അതിനെ കണ്ടെത്തി നമുക്ക് തന്നെ രോഗശാന്തി നേടാൻ സാധിക്കുമെന്നുള്ള ആ ഒരു അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞു അത് സ്ട്രെസ് റിലീഫ് എങ്ങനെയാണ് നമ്മളുടെ ബ്രീത്തിങ്ങിലൂടെ. ഇതേക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കില്ല. കാരണം ഞാൻ അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യുന്നു എന്ന് നിങ്ങൾ കരുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലാത്ത ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് പകർന്നു തരാനുള്ള ഒരു ടോക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ബ്രീത്തിങ്ങിലൂടെ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിലൂടെ നമുക്ക് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഇങ്ങനെ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ബ്രീത്തിങ്ങിലൂടെ നമുക്ക് കൂടുതൽ സ്ട്രെസ് റിഡക്ഷൻ, നമ്മളുടെ സ്ട്രെസ് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, അതുവഴി ശാരീരികവും വൈകാരികവും മാനസികവുമായിട്ടുള്ള ആ ശാന്തി അല്ലെങ്കിൽ റിലാക്സേഷൻ അല്ലെങ്കിൽ ആ സൗഖ്യം നമുക്ക് എങ്ങനെ നേടി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ പറ്റും, അതുപോലെ തന്നെ കൂടുതൽ ആരോഗ്യവാന്മാരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്ന വിഷയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്.
ഒന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് സ്ട്രെസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു പുതിയ വിഷയമല്ലെന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ട്രെസ് എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സയൻസ് ബിഹൈൻഡ് സ്ട്രെസ് എന്തുകൊണ്ടാണ് അതിന്റെ ശാസ്ത്രം എന്താണ്? ഞാൻ 1, 2 വാക്കുകളിൽ തന്നെയാണ് അത് അവസാനിപ്പിക്കുന്നത്. അതുപോലെ സ്ട്രെസ് ആൻഡ് ബ്രീത്തിങ്, സ്ട്രെസ്സും ബ്രീത്തിങ്ങുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ക്രോണിക് സ്ട്രെസ് എങ്ങനെയാണ് അത് നമ്മളുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രീത്തിങ് നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അതല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായ അവബോധത്തോടു കൂടി ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം സൗഖ്യങ്ങളാണ് കിട്ടുന്നത്. പിന്നെ സയന്റിഫിക് എവിഡൻസസ്, ഈ പറയുന്ന വസ്തുതകൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ടുള്ള സപ്പോർട്ട് ഉള്ളത് എന്നുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ബോഡിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ആണ്. നമുക്ക് ശാരീരികമോ വൈകാരികമോ മാനസികവുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് അറിയുന്ന നിമിഷത്തിൽ നമ്മളുടെ ബ്രെയിൻ അത് സ്വതസിദ്ധമായിട്ട് സ്വയമേവ അറിയുന്ന ആ സമയത്ത് തന്നെ നമ്മളുടെ ബ്രെയിൻ കൊടുക്കുന്ന ചില എന്താണ് കമാൻഡ് സെന്ററുകളുണ്ട്. അമിഗ്ഡാല അല്ലെങ്കിൽ ഹിപ്പോതലാമസ് എന്നൊക്കെ പറയുന്നത്. അതുവഴി എന്താണ് നമ്മൾക്കുണ്ടാകുന്ന ആ വെല്ലുവിളിയെ നമുക്ക് നേരിടാനും അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഒരുപക്ഷെ ജീവൻ അല്ലെങ്കിൽ മാനസികമായിട്ടോ വൈകാരികമായിട്ടുള്ള ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തെ പൂർണ്ണമായിട്ടും വളർത്തുന്നതിന് അല്ലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസ്, എസ്പെഷ്യലി കോർട്ടിസോൾ ആൻഡ് അഡ്രിനാലിൻ, ഇതെല്ലാം ശരീരം പുറപ്പെടുവിച്ച് നമുക്ക് കൂടുതലായിട്ട് എന്താണ് നമ്മളുടെ സുസ്ഥിതി എന്ന് പറയാം, വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളുടെ ശരീരം നമ്മളുടെ ആ ശാരീരികമായിട്ടുള്ള ആ കഴിവുകൾ നമ്മൾക്ക് തന്നെ തരുന്ന ഒരു എന്താണ് സ്ട്രെസ് റെസ്പോൺസ് എന്ന് പറയാം, സ്വാഭാവികമായിട്ടുള്ളതാണ്. ദ സയൻസ് ബിഹൈൻഡ് സ്ട്രെസ്. ഇതിപ്പോ ഞാൻ ലളിതമായിട്ട് പറയുന്നതിന്റെ കാരണം നമ്മൾ എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഹിപ്പോതലാമസ് എന്ന് പറയുന്ന ആ ഒരു സെന്റർ ആണ് നമ്മുടെ കമാൻഡ് സെന്റർ. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളുടെ ബ്രെയിൻ തിരിച്ചറിയുന്ന സമയത്ത് ഹിപ്പോതലാമസ് എന്ന് പറയുന്ന ആ സെന്റർ ഒരു കമാൻഡ് സെന്റർ ആണ്. അവിടെയാണ് അതിന്റെ എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ആ സെന്റർ എന്ത് ചെയ്യുന്നു? അമിഗ്ഡാലയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ദർ ഇസ് സംതിങ്. ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ലോജിക്കലായിട്ട് വർക്ക് ചെയ്യുന്നതാണെന്ന് നമ്മൾ പറഞ്ഞാലും ചില കാര്യങ്ങളിൽ ബ്രെയിനിന് പ്രത്യേക ലോജിക്കൊന്നുമില്ല. ഉദാഹരണം, സ്ട്രെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു അപകടം ഉണ്ടാകുന്നു എന്ന് കരുതുക. നമുക്ക് ഇമാജിനേറ്റീവ് ആയിട്ടൊരു അപകടത്തെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ വൈകാരികമായിട്ട് മാനസികമായിട്ട് നമുക്കൊരു അപകട സാധ്യതയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സംഭവിച്ചതിനെ നമുക്ക് അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സമയത്തും നമ്മളുടെ ശരീരം റിയാക്ട് ചെയ്യും. നമ്മളുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളെ അത് അഫക്റ്റ് ചെയ്യും. ബ്ലഡ് പ്രഷർ കൂടും. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് കോപം അല്ലെങ്കിൽ വൈരാഗ്യം ഇതിങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാം. നമ്മൾ അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ദെൻ ദ സയൻസ് ഒന്നുകൂടി വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഹിപ്പോതലാമസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അമിഗ്ഡാല ആദ്യമായിട്ട് അവിടെയാണ് നമ്മളുടെ ഈ ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് മോഡിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സ്ഥലം. അതെന്ത് ചെയ്യുന്നു? ഹിപ്പോതലാമസിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നു, ദർ ഈസ് സംതിങ് റോങ്. ഓക്കെ, ഒരു അപകടമുണ്ട് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നമ്മുടെ മുൻപിലുണ്ട് എന്ന് നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ അമിഗ്ഡാല ഹിപ്പോതലാമസിനെ അറിയിക്കുന്നു. ഉടനെ തന്നെ നമ്മളുടെ SNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ നെർവസ് സിസ്റ്റത്തിന്റെ അത് എന്ത് ചെയ്യുന്നു? ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. എന്താണ്? അറിവ് കൊടുക്കുന്നു. ഹിപ്പോതലാമസിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അത് വീണ്ടും അത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിലേക്ക് അത് ഫോർവേഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് അഡ്രിനാൽ ഗ്ലാൻസിലേക്ക് ആ നിർദ്ദേശം അല്ലെങ്കിൽ അപകടമുണ്ട്, ഒരു വെല്ലുവിളി ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അഡ്രിനാൽ ഗ്ലാൻസ് ഉടനെ തന്നെ 2 തരത്തിലുള്ള ഹോർമോൺസ് എന്ന് പറയാം അത് പുറപ്പെടുവിക്കുന്നു. എന്താണ്? എപ്പിനെർഫിൻ ആൻഡ് അഡ്രിനാലിൻ എന്ന് പറയുന്ന 2 ഹോർമോൺസിനെ പെട്ടെന്ന് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ശരീരഭാഗങ്ങളിലേക്ക് അയക്കുന്നു ബ്രെയിൻ. അതുകൊണ്ട് ആദ്യമായിട്ട് എപ്പിനെർഫിൻ എന്ന് പറയുന്നത് അത്
ഫാസ്റ്റർ ഹാർട്ട് റേറ്റ്, അതുപോലെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നതിന് ഉള്ളതാണ്. കോർട്ടിസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ള ഷുഗർ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളുടെ സെല്ലുകൾക്ക് ഊർജ്ജം തന്ന് ഒന്നുകിൽ ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനൊക്കെയുള്ള ആ ഒരു ഇതിലേക്ക് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ, ശരീരത്തിന്റെ നോർമൽ ആയിട്ടുള്ള മറ്റ് ഫങ്ഷൻസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യുന്നു. അമിഗ്ഡാല പൂർണ്ണമായിട്ട് ശരീരത്തിന്റെ ആ കമാൻഡർ അല്ലെങ്കിൽ എന്താണ് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഉണ്ടാകുന്ന റിയാക്ഷൻസ് റാപ്പിഡ് ബ്രത്ത് ഉണ്ടാകുന്നു. നമുക്ക് കൂടുതൽ ശ്വാസോച്ഛ്വാസം, അതായത് ചെസ്റ്റ് ബ്രത്ത് എന്ന് പറയാം, അത് നമുക്ക് ഉണ്ടാകുകയും അതുപോലെ തന്നെ കൂടുതൽ ഓക്സിജൻ നമ്മളുടെ ബ്രെയിനിലേക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തുന്നു. ദെൻ സ്ട്രെസ് ആൻഡ് ബ്രീത്തിങ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ചെസ്റ്റ് ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ചുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്താണ് നിസ്സാരമായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ളതായിരിക്കാം, എന്തെങ്കിലും തരത്തിലുള്ള വളരെ വെല്ലുവിളികൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പയ്യെ നമ്മൾ ഷാലോ ബ്രത്തിലേക്ക് നമ്മൾ പോകുന്നു. അതായത് ചെസ്റ്റ് ബ്രീത്തിങ് എന്ന് വേണേൽ പറയാം. അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് സ്ട്രെസ് റെസ്പോൺസിന്റെ ഭാഗമാണ്. മൃഗങ്ങളെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന ഒരു അവസരം വന്നാൽ തന്നെ അവരത് 10 അല്ലെ 15 മിനിറ്റ് കൊണ്ട് അവർ ഹോമിയോസ്റ്റാസിസിലേക്ക് പോകുന്നു. നമുക്കൊരിക്കലും അത് പോകാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, മെന്റൽ ഇങ്ങനെയുള്ള ഫാക്കൽറ്റികളെല്ലാം വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് സ്വാഭാവികമായി നമ്മളുടെ ശരീരത്തിന്റെ ആ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അതിന് നമ്മൾ പൂർണ്ണമായിട്ട്, അതായത് ബോധപൂർവം വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ റെസീലിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ റെസ്പോൺസ് ക്യാൻ റെഡ്യൂസ് കോൺഷ്യസ്ലി ബൈ ബ്രീത്തിങ് ഡയഫ്രം ബ്രീത്തിങ് വഴി നമുക്ക് നമ്മളുടെ സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഒന്നാമത് ഷാലോ ബ്രത്ത് എന്ന് പറയുന്നത് ചില ആളുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും അത് ലേൺ ചെയ്യുന്നതാണ്. ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലും, ഇപ്പൊ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലത്താകാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്താകാം, അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലാകാം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്കുണ്ടാകുന്നതിനെ നമ്മൾ വീണ്ടും അത് ഷാലോ ബ്രത്തിലേക്ക് പോകുന്നു. കാരണം നമ്മളത് മെന്റൽ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഇമോഷണൽ ഫാക്കൽറ്റീസ് ഇതെല്ലാം കൂടി പ്രവർത്തനം വരുന്നത് കൊണ്ട് നമ്മുടെ ശരീരം തന്നെ അതിന്റെ നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യാതിരിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. ദെൻ സ്ട്രെസ് ആൻഡ് ബ്രീത്തിങ്ങിന്റെ മറ്റൊരു ഭാഗമാണ് അബ്ഡോമിനൽ ബ്രീത്തിങ്. കോൺഷ്യസ് ആയിട്ട് അബ്ഡോമിനൽ ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത്, അതായത് നമ്മളുടെ ലങ്സ് പൂർണ്ണമായിട്ടും വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ആ രീതിയിലുള്ള ബ്രീത്തിങ് വരുന്ന സമയത്ത് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന് അതിനെ കുറെ ശാന്തമാക്കാൻ അതിന് സാധിക്കും. കാരണം ബോഡി റിലാക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ, അതായത് നമ്മുടെ രോഗപ്രതിരോധന ശേഷി, നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷർ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കുറയ്ക്കുന്നതിന് സാധിക്കും. ഓക്കെ, ക്രോണിക് സ്ട്രെസ്സിന്റെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത് ക്രോണിക് സ്ട്രെസ് ഉണ്ടാകുന്ന ആളുകൾ കുറെ കാലം ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എലവേറ്റഡ് ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മളിൽ പലരും ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരായിട്ട് പോവുകയും മാറുകയും അതിനു വേണ്ടി അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കഴിക്കുകയും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സാധിക്കും. കാരണം അതാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ബ്രീത്തിങ്ങിനെ കുറിച്ച്, കോഹിറന്റ് ബ്രീത്തിങ്, ബോക്സ് ബ്രീത്തിങ്, ട്രയാങ്കിൾ ബ്രീത്തിങ്, 4-7-8 ബ്രീത്തിങ്, ഇതൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പൊ അങ്ങനെയുള്ളത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ മൈൻഡ്ഫുൾ ആകുന്നു. അതുപോലെ തന്നെ ദിവസത്തിൽ 20 മിനിറ്റ്, രാവിലെ 20 മിനിറ്റ്, വൈകുന്നേരം 20 മിനിറ്റ്, അതല്ല നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് വരും. കാരണം അതിനുശേഷം നമ്മളുടെ ആ ബ്രീത്തിങ് അത് ഈ കോഹിറന്റ് ബ്രീത്തിങ് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺഷ്യസ് ബ്രീത്തിങ്ങിലേക്ക് നമുക്ക് കുറെ കൂടി ഡീപ്പായിട്ടുള്ള ചെസ്റ്റ് ബ്രീത്തിങ്ങിൽ നിന്ന് മാറി ഡയഫ്രം അല്ലെങ്കിൽ അബ്ഡോമിനൽ ബ്രീത്തിങ്ങിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുന്നു. അതുപോലെ ഹാർട്ട് ഡിസീസ് കുറയുന്നു. ലോകത്ത് ഇപ്പം നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകളിൽ കൂടുതലും പഠനങ്ങൾ നടത്തുമ്പോൾ അറിയുന്നത് ഇത് സ്ട്രെസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന മറ്റൊന്നാണ്, അല്ലെങ്കിൽ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത്. മറ്റ് അനവധി രോഗങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഏറ്റവും മൂല കാരണം മനുഷ്യന്റെ സ്ട്രെസ്സാണ്. ദെൻ ഇൻക്രീസ്ഡ് സസെപ്റ്റബിലിറ്റി ടു ഇൽനസ്, അതായത് നമുക്ക്
ക്രോണിക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ പോകും. കാരണം ബോഡിയുടെ സെല്ലിന്റെ അല്ലെങ്കിൽ അതിന്റെ ആ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്ക് ആകുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരുന്നു. ഇപ്പൊ ചില ആളുകൾ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചു കഴിയുമ്പോഴേക്കും വേണ്ടത്ര ഫലപ്രദമായിട്ടുള്ള ആ ഇത് വരാത്തതിന്റെ കാരണം, എഫക്റ്റ് വരാത്തതിന്റെ കാരണം അവരുടെ ആ ഇമ്മ്യൂൺ സിസ്റ്റം മോശമായതുകൊണ്ടാണ്. അതാണ് പലരും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പലരും വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നു. ചിലർക്ക് സാധിക്കാത്തതിന്റെ കാരണം അവരുടെ ആ ബ്രീത്തിങ് മോശമായതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കൊണ്ടാണ്. അടുത്തത് ക്രോണിക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിങ്ങനെ കുറെ കാലം ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നമുക്ക് സംഭവിക്കുന്നത്, നമ്മുടെ കോഗ്നിറ്റീവ് ഇഷ്യൂസ് നമുക്കുണ്ടാകും. അതായത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയല്ല, ക്ലാരിറ്റി ഓഫ് തിങ്കിങ് നമുക്ക് നഷ്ടപ്പെടും. എപ്പോഴും തന്നെ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ നമുക്കൊരു ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് വളരെ പേരിലുണ്ടാകും. ഓർമ്മക്കുറവുണ്ടാകും. കൂടുതലായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കാനോ. മറ്റൊന്ന് പലരിലും കാണപ്പെടുന്ന ഒന്നാണ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദിവസം ലൂസ് മോഷൻ ആയിരിക്കും, പിറ്റേ ദിവസം ചിലപ്പോൾ ഒരുപക്ഷെ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, വേറൊരു ദിവസം അത് നോർമലായിട്ടും സംഭവിക്കും. അപ്പം ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഗ്യാസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അടുത്തതായിട്ട് സംഭവിക്കുന്നത് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ സാധാരണ ക്രോണിക് സ്ട്രെസ്സിലുള്ളവർക്കുണ്ടാകും. ഓക്കെ, ബ്രീത്തിങ് ആൻഡ് ദി നെർവസ് സിസ്റ്റം. ബ്രീത്തിങ് വഴി നമ്മുടെ നെർവസ് സിസ്റ്റത്തെ നമ്മൾക്ക് നമുക്ക് വളരെയേറെ കാം ഡൗൺ ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ അതിനെ ശാന്തമാക്കുന്നതിന് സാധിക്കും. എസ്പെഷ്യലി മൈൻഡ്ഫുൾ ബ്രീത്തിങ് ആക്ടിവേറ്റ്സ് PNS, അതായത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നതിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് സാധിക്കും. കാരണം നമുക്ക് അപകടമില്ലാത്തപ്പോഴും നമുക്ക് അപകടമുണ്ട് എന്ന് കരുതുന്നതാണ് നമ്മളുടെ പ്രശ്നം. അതായത് ഈ വൈകാരികമായിട്ടുള്ള നമ്മുടെ ഇഷ്യൂസ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അലേർട്ട് മോഡിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ശാന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു, ബ്ലഡ് പ്രഷർ കുറയുന്നു, അതുപോലെ തന്നെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് നമ്മളുടെ ശരീരത്തെ നമുക്ക് മാറ്റുന്നതിന്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ശാന്തമായിട്ട് പോകാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മറക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നതിന്റെ കാരണം നമ്മളുടെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ കൂൾ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിന്റെ ആ ഒരു ഇതിലേക്ക് വന്ന് ശരീരം ശാന്തമാകുന്ന ആ ഒരു നിമിഷത്തിലേക്ക് വരുന്നതിന് മൈൻഡ്ഫുൾ ബ്രീത്തിങ് സഹായിക്കും. ഇനി അതിന്റെ സയൻസിനെ പറ്റി ഇത് ശരിയാണോ, അല്ലെങ്കിൽ എസ്പെഷ്യലി മൈൻഡ്ഫുൾനെസ്സിനെ കുറ്റം പറയുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ചില ആളുകളുണ്ട്, നിരന്തരം ഇങ്ങനെ മൈൻഡ്ഫുൾനെസ് അത് തട്ടിപ്പാണ്, അല്ലെങ്കിൽ അത് മോശമാണ്, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, സ്കൈ യോഗ ചെയ്താൽ മതി അല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട്. ഞാനത് നേരിട്ട് കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ മറ്റ് ഒളിഞ്ഞിരുന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കാത്ത സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൈൻഡ്ഫുൾനെസ് വഴി നടത്തിയിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തത് ചിസയ ആൻഡ് സെറേറ്റി എന്ന് പറയുന്ന ഈ രണ്ട് സയന്റിസ്റ്റുകള് 2011 നടത്തിയ FMRI സ്റ്റഡീസ് നടത്തി. നൂറുകണക്കിന് അല്ലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ FMRI പരിശോധിച്ചു. എന്താണ് ഇങ്ങനെ സ്ട്രെസ് കൊണ്ടുള്ള, പ്രത്യേകിച്ച് സ്ട്രെസ് ക്ലിനിക്കിൽ വരുന്ന ആളുകളുടെ FMRI പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നടത്തുന്ന ആളുകൾക്ക് കൂടുതലായിട്ടുള്ള ഫ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ ചേഞ്ചസ് വരുന്നുണ്ട്. അത് ഫ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് കൂടുതൽ ആക്ടിവേറ്റ് ആകുന്നു. അതുപോലെ ഇൻസുല ആൻഡ് അമിഗ്ഡാല ആ വികാരങ്ങളുടെ, അല്ലെങ്കിൽ ഇതിന്റെ ഫൈറ്റ് ഫ്ലൈറ്റിന്റെ ആ ഒരു മോഡ് ഷട്ട് ഡൗൺ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതൊരിക്കലും ഒരിക്കലും ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ ആ പ്രവർത്തന ശേഷി കുറയുന്നു എന്ന് അവർ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഇവരിൽ നടത്തിയ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായി, ഇങ്ങനെയുള്ള ആളുകൾക്ക്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നടത്തുന്ന ആളുകൾക്ക് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഒക്കെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ നമുക്ക് അറ്റൻഷൻ ഉണ്ടാകുന്നു, ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടാകുന്നു. നമുക്ക് ഭയങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മൾ കരുതിയിരുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇമാജിൻഡ് ആയിട്ടുള്ള ആ ത്രട്ടനിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ സെൽഫ് അവയർനെസ്സും മൈൻഡ്ഫുൾ ലിവിങ്ങിനും നമുക്ക് സാധിക്കും. അടുത്തത് എന്താണ്? ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ടുവേർഡ്സ് ഗ്രേറ്റർ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്ക് മാറുന്നു. നമ്മുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്ടിവേറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഡിഫൻസിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒന്നാണ്. അതിൽ നിന്ന് നമ്മൾ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് അധികം ദൂരം അല്ലെങ്കിൽ അധികം നാൾ നമുക്ക് പോകാൻ പറ്റിയല്ല. കൂടുതൽ അലേർട്ടാണ്.
അങ്ങനെ വരുമ്പോഴേക്കും കോർട്ടിസോളിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ കൂടുന്നു. അത് കൂടുതലായിട്ട് അങ്ങനെ കുറെ കാലം നിൽക്കുമ്പോഴേക്കും നമ്മളുടെ സെല്ലുകളിൽ കൂടുതൽ അത് ബാധിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം പോകുന്നു, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്ക് വരുന്നു. ദാറ്റ് മീൻസ് റിലാക്സ്ഡ് മോഡിലേക്ക് വരുന്നു. എക്സ്ക്യൂസ് മീ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ്ഡ് ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ കുറയുന്നു. നമ്മളുടെ ഹാർട്ട് റേറ്റ് കൂടുതലില്ല. കാരണം അപകടം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ നമ്മൾ കൂടുതൽ ഓടാൻ അല്ലെങ്കിൽ നമ്മളുടെ സെല്ലുകൾക്ക് അല്ലെങ്കിൽ മസിൽസിന് കൂടുതൽ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ആവശ്യമില്ലാതെ വരുമ്പോഴേക്കും ബ്ലഡ് പ്രഷർ കുറയുന്നു. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് കുറഞ്ഞ് ശരീരം കൂടുതൽ ശാന്തമാകുന്നു. പിന്നെ ഇതിന് മറ്റൊന്നുള്ളത് പെയിൻ മാനേജ്മെന്റിന് വേദനയുണ്ടാകും. പക്ഷെ ആ വേദന എന്ന് പറയുന്നത് ആ വേദനയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതേക്കുറിച്ച് കൂടുതൽ അവയർനെസ്സോട് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് കൂടുതൽ മാനേജ്മെന്റ്, അതായത് പെയിൻ മാനേജ്മെന്റ്, അതിനെ ഭയപ്പെടാതെ അതിനെ നമ്മൾ ആലിംഗനം ചെയ്യുക എന്ന് പറയാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ഈ ബ്രീത്തിങ് നമ്മളെ സഹായിക്കും. ദെൻ അടുത്തത് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് പ്രത്യേകിച്ച് MBSR ആൻഡ് MBCT. MBSR എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ ജോൺ കബാറ്റ്സൺ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിന്റെ മൈൻഡ്ഫുൾനെസിന്റെ ഫൗണ്ടർ. അവരെ MIT-യിലും അതുപോലെയുള്ള അമേരിക്കയിലുള്ള മറ്റ് പല മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ സെന്റേഴ്സിലെ പല സിറ്റികളിലും അവർ ഇത് MBSR പരീക്ഷിച്ചു നോക്കി. അതുപോലെ തന്നെ MBCT മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി ചെയ്തു. അപ്പം ഇത് രണ്ടും ഇവര് കൂടുതലായിട്ട് ഈ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് ഈ മേഖലകളിൽ ഇവര് പരീക്ഷണം നടത്തി, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് പരീക്ഷിച്ച് അതിന്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോയൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ടീമും സ്ട്രെസ് റിഡക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്നുള്ള ആ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി മൈൻഡ്ഫുൾനെസിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തി 2014. അപ്പൊ അവർ കണ്ടുപിടിച്ച മറ്റൊരാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രീത്തിങ്, കൂടുതലായിട്ട് ഞാൻ ബ്രീത്തിങ് എന്ന് തന്നെ പറയാം. അങ്ങനെ അത് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? ന്യൂറോ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അതാണ് അമിഗ്ഡാലയുടെ ആ പ്രവർത്തന ശേഷി ശാന്തമാകുന്നു അല്ലെ കുറയുന്നു. അടുത്തത് നമ്മളുടെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വരുന്നു. അതുപോലെ തന്നെ ഇമോഷണൽ റെഗുലേഷൻ, ഇതെല്ലാം സംഭവിക്കുമെന്ന് അവർ കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ ബെനഫിറ്റ്സ് എന്താണ്? നമുക്ക് മൈൻഡ്ഫുൾനെസ്സോട് കൂടി കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് ബ്രത്ത്, അതായത് 10 അല്ലെ 12 പെർ മിനിറ്റ് ആണ് നമ്മളുടെ ഐഡിയൽ ആയിട്ട് അവർ പറയുന്നത്. അതേസമയം അത് കുറച്ചുകൂടി കുറയുന്നതും നല്ലതാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ട കോഹിറന്റ് ബ്രീത്തിങ്ങിലൂടെ 10 മുതൽ 12 ബ്രത്ത് പെർ മിനിറ്റ് എടുക്കാനുള്ള ആ ഒരു ട്രെയിനിങ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതുവഴി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെസ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന അതിന്റെ ബെനിഫിറ്റ്സ് ഓഫ് കൺട്രോൾഡ് ബ്രീത്തിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഫിസിക്കലായിട്ട് ഏതാനും ചില കാര്യങ്ങൾ. ഒന്ന് ഇംപ്രൂവ്ഡ് കാർഡിയോവാസ്കുലർ ഹെൽത്ത്. നമുക്ക് കൂടുതൽ കാർഡിയോവാസ്കുലർ ഹെൽത്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കൂടുതൽ ഡീപ്പ് ബ്രത്ത് എടുക്കുക, അല്ലെങ്കിൽ കോഹിറന്റ് ബ്രീത്തിങ്, അതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൺട്രോൾഡ് ബ്രീത്തിങ് എന്ന് വേണേൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാം. അത് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തെ കൂടുതൽ, അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഹെൽത്തിന് ഉപകരിക്കും. ദെൻ എൻഹാൻസസ് ലങ് ഫങ്ഷൻ. പലപ്പോഴും പല ആളുകൾക്കും ലങ് ഫങ്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ചെസ്റ്റ് ബ്രത്ത് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ലങ്സിലേക്ക് കൂടുതൽ വായു പോകാത്തത് കൊണ്ടും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു കഴിവില്ലാതെ പോകുന്നു. അങ്ങനെ പോകുന്ന അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ലങ്സിനും ഫുള്ളായിട്ട്, അതായത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4-8 എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ രീതിയാണ്. 4 സെക്കൻഡ് ബ്രീത്ത് ഇൻ ആൻഡ് 8 സെക്കൻഡ് എക്സലേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ 4 സെക്കൻഡ് നമ്മൾ എടുത്തിട്ട് 8 സെക്കൻഡ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ, നിശ്വസിക്കുന്ന സമയത്ത് നമുക്ക് ലങ്സ് ആണ് ആ സമയത്ത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ കപ്പാസിറ്റി, അല്ലെങ്കിൽ 4-7-8 4 സെക്കൻഡ് ബ്രീത്ത് ഇൻ, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് 8 സെക്കൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കത് വലിയ തോതിൽ നമ്മുടെ ലങ്സിന്റെ ആ മസിൽസിന്, അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി കൂടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ലോവേഴ്സ് ബ്ലഡ് പ്രഷർ. നമ്മൾ കൺട്രോൾഡ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിന് കൂടുതലായിട്ട്
എന്താണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സാധിക്കും. ബെറ്റർ പെയിൻ മാനേജ്മെന്റ്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ വേദന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം അല്ലെങ്കിൽ മറ്റതുപോലുള്ള ശാരീരികമായിട്ടുള്ള വേദനകൾ, സന്ധി വേദനകൾ അല്ലെങ്കിൽ തലവേദനകൾ, ഈവൻ മൈഗ്രെയിൻ, ഇങ്ങനെയുള്ളതിനെല്ലാം നമുക്ക് കൂടുതലായിട്ട് നമുക്കത് ബെറ്റർ മാനേജ്മെന്റ് നമുക്ക് കിട്ടും. ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി, നമ്മളുടെ രോഗപ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കുന്നു. എൻഹാൻസ്ഡ് ഡൈജഷൻ, ശരീരം കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ വയറൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഡൈജഷന് സഹായിക്കുന്ന എല്ലാ എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. കൂടുതൽ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകുന്നു. പ്രൊമോട്ട്സ് സ്ലീപ്പ് ക്വാളിറ്റി നമുക്ക് ഉണ്ടാകുന്നു. ദെൻ അടുത്തത് മെന്റൽ ആൻഡ് ഇമോഷണൽ ബെനിഫിറ്റ്സ് ആണ്. ഇമോഷണൽ റെഗുലേഷൻസ് ഉണ്ടാകുന്നു. കാരണം നമ്മൾ മൈൻഡ്ഫുൾ ആണ്, നമ്മൾ വരുന്ന ചിന്തകളെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളുടെ ബ്രീത്തിങ്ങിലാണ്. നമ്മൾ 1, 2, 3 നമ്മൾ എണ്ണുന്നില്ലെങ്കിലും നമ്മളുടെ ആ ബ്രെത്ത് നമ്മളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും അതിനെ ശ്രദ്ധിക്കുന്നു. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ബ്രീത്തിങ്ങിലേക്കുള്ള നമ്മളുടെ ആ ശ്രദ്ധ അല്ലെങ്കിൽ അവെയർനെസ് എന്ന് പറയാം. ശ്രദ്ധ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പഴയ വാക്കാണ്. ശ്രദ്ധ എന്ന് പറയും, പഴയെന്ന് പറഞ്ഞാൽ ധ്യാനം എന്ന് പറയുന്ന എന്തിനാണ് ആ ഫീൽഡിൽ ഉപയോഗിച്ചിരുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കുകയല്ല അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയല്ല, നമ്മൾ അവെയർ ആകുകയാണ്. ഇമോഷണൽ റെഗുലേഷൻസ്, ദെൻ ബെറ്റർ ഫോക്കസ് ആൻഡ് ക്ലാരിറ്റി, നമ്മളുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസിന് കൂടുതൽ പുരോഗതി ഉണ്ടാകും. നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും, ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച്, അതുപോലെ ഓർമ്മശക്തി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ദാറ്റ് മീൻസ് കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ് നമുക്ക് ഉണ്ടാകുന്നു. ബൂസ്റ്റ് എനർജി ലെവൽ, ചില ആളുകൾക്ക് എപ്പോഴും ക്ഷീണം തോന്നുന്നവരുണ്ട്, പ്രത്യേകിച്ച് ഒരു 60 കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലർക്ക് 50 ഉണ്ട്. ഒരു എനർജി കുറവുണ്ടാകും അല്ലെ, ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കില്ല. അത് ഇതിന്റെ ശാരീരികമായിട്ടുള്ള ആ ക്ഷീണം എന്ന് പറയുന്നത് മാനസികമായ ക്ഷീണത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ മാനസികമായി ക്ഷീണിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാകുന്നില്ല. പക്ഷേ ഇത് കൂടുതൽ നമുക്ക് എനർജി തരുന്നു. ബെറ്റർ മൈൻഡ്ഫുൾനെസ് ആൻഡ് അവെയർനെസ്, നമുക്ക് കൂടുതൽ ശ്രദ്ധാപൂർവം നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാനും നമ്മൾക്ക് കൂടുതൽ അവെയർ ആയിട്ട് ജീവിക്കുന്നതിന് സാധിക്കും. സോ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇൻഹെയിൽ കാം, പീസ്, എക്സൈൽ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. ഓക്കെ, അടുത്തത് ബ്രീത്തിങ് ഈസ് ഓൾവേസ് വിത്ത് അസ്, നമുക്ക് എപ്പോഴും നമുക്ക് ഉള്ളതാണ്. എന്താണ്, ആദ്യം ജനിച്ച് ആദ്യത്തെ ശ്വാസം തൊട്ട് മരിക്കുന്നിടം വരെ നമുക്ക് ശ്വാസോച്ഛ്വാസം നമുക്ക് ചെയ്യാൻ സാധിക്കും. ആരുടെയും എന്താണ് കൂടുതലായിട്ടുള്ള ആരും അറിയേണ്ട കാര്യമില്ല. അത് പ്രത്യേകിച്ച് നമ്മളുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആ ഒരു ഫങ്ഷനാണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് എപ്പോഴും നമുക്ക് ലഭ്യമാണത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് വേസ് ടു ബ്രിങ് ബാലൻസ് ബാക്ക് ഇൻ ടു അവർ ലൈഫ്സ്. ദാറ്റ് മീൻസ് നമ്മളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ആ തലങ്ങളെ ശാന്തമാക്കുന്നതിന് വേണ്ടി ശാരീരിക സൗഖ്യം, അതുപോലെ തന്നെ മാനസികമായിട്ടും വൈകാരികമായിട്ടുള്ള സൗഖ്യം അത് വീണ്ടെടുക്കുന്നതിന് നമ്മളെ സഹായിക്കും. ഓക്കെ, താങ്ക് യു. ആൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ താങ്ക് യു നമുക്ക്. സർ. തീർച്ചയായിട്ടും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സ്ട്രെസ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബ്രീത്തിങ്ങിന്റെ ആ ഇഫക്റ്റിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമുക്കൊരു മെഡിറ്റേഷൻ കൂടെ ഉണ്ട്. MBCT എന്നുള്ളൊരു ഫുൾ ഫോം എന്നത് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി. കോഗ്നിറ്റീവ് തെറാപ്പി. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക്. ഓക്കെ, ഇന്ന് 20 മിനിറ്റ് ആണ്. 4-8 ആണ്. 4 seconds നമ്മൾ ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുന്നില്ല. ദെൻ 8 seconds ബ്രീത്ത് ഔട്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം അത് നിങ്ങൾക്ക് അത് വീഡിയോ ആദ്യമേ ഒന്ന് കാണുക. അത് കഴിഞ്ഞിട്ട് ശേഷം നിങ്ങൾക്ക് അതിനോടത്ത് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. സാറേ, ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറയണം. Okay, sir. സൗണ്ടും ആ വീഡിയോയും കാണാവുന്നതാണ്.
കാണാമോ, ആ കേൾക്കാമോ? കാണാം സാർ, ക്ലിയർ ആണ്. ഓക്കെ, സൗണ്ട് കൂടുതലുണ്ടോ? ഇല്ല, കുറച്ചോ. ഇറ്റ്സ് ഓക്കെ ഇല്ലേ? ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങാം. യാ
ഓക്കെ സർ. സോ താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻ്റെ ആ ഇഫക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ. സാറേ എന്റെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞോളൂ. അതെ, ക്ലാസ്സിനെ കുറിച്ചും പറഞ്ഞു. കാരണം സ്ട്രെസ് റിഡക്ഷൻ ആണ്, അതില്ലാത്ത മനുഷ്യരില്ല. അപ്പോൾ അത് എത്രമാത്രം അത് പ്രയോജനകരമാകും, പ്രത്യേകിച്ച് ഈ ഗൈഡഡ് മെഡിറ്റേഷനിലൂടെ പോകുമ്പം സ്ട്രെസ്സിനെയൊക്കെ മറന്നു പോകാനുള്ളൊരു സാധ്യതയാണ് ഏറ്റവും കൂടുതൽ, അല്ലേ? മീനാക്ഷി മാം പറഞ്ഞോളൂ. ആന്റണി ജി, ഗുഡ് ഈവനിങ്. ആസ് യൂഷ്വൽ നിങ്ങളുടെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. ഈ നിങ്ങൾ ആ പറഞ്ഞ PNS ANS അതിന്റെ ഒക്കെ കാര്യങ്ങള് നമ്മൾക്ക് അതിന്റെ ഇത്ര ഇൻഡെപ്ത് ആയിട്ട് നമുക്കറിയില്ല, പക്ഷെ അതിനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് അതിനെ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആ സ്ലൈഡ്സ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി. സോ താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ക്ലാസ്സും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. എനിക്കറിയാം ഒരുപാട് വർക്ക് നിങ്ങൾ ചെയ്തിട്ടാണ്, റിസർച്ചിന്റെ മുകളിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അതിന് ഹാറ്റ്സ് ഓഫ് ടു യു ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഓക്കെ, ഓമന ടീച്ചർ. ക്ലാസ് നല്ലതാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ മെഡിറ്റേഷനെ പറ്റി മെഡിറ്റേഷൻ എനിക്ക് അത്ര അങ്ങനെ വഴങ്ങുന്നതല്ല. പക്ഷെ ഇത് ആ ബോള് കൊണ്ട് ചെയ്തപ്പം ഇച്ചിരി കൂടെ ഒരു മനസ്സിലാകാൻ പറ്റി. കൂടുതൽ ശ്വാസം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് വിടുക എന്നുള്ളതാന്ന് തോന്നുന്നു അതിൻ്റെ അകത്തുനിന്ന് ഇന്റന്റ് ചെയ്യുന്നത്, അല്ലേ? അതെ. അപ്പൊ എനിക്കത് കുറച്ചും കൂടി ഒന്ന് മെഡിറ്റേഷൻ ഒന്ന് സ്വായത്തമാക്കണം എന്നുണ്ട്. അത് എന്നിലുള്ളത് പോരാ. അപ്പം സാറിന്റെ സപ്പോർട്ട് ഈ ക്ലാസ് ഒക്കെ നന്നായിട്ട് ഉപകാരപ്പെടുന്നുണ്ട്. ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഈ വീഡിയോ, ഇതിന്റെ ലിങ്ക്. ടീച്ചർ ഈ ഗ്രൂപ്പിലുണ്ടോ ഇല്ലയോ എന്ന് ഏത് ഗ്രൂപ്പിലാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ സാറിനോട് ചോദിച്ചാൽ അയച്ചു തരും. കാരണം ടീച്ചറിന്റെ നമ്പർ അല്ലെങ്കിൽ കോണ്ടാക്ട് എന്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് തന്നെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ട ടീച്ചറിന് കുറച്ചുകൂടെ വശം എന്താണ് കൂടുതൽ സാഹിത്യമാക്കാറുണ്ട് ഈ ട്രെയിനിങ് ചെയ്യാൻ. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് താങ്ക് യു. ക്ലാസ്. നമുക്ക് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അരുണി സാർ അതിൻ്റെ അകത്ത് സാറിൻ്റെതായിട്ടുള്ള ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഇടാറുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടുന്ന ഇതുപോലത്തെ ഇത് പക്ക ഒരു ഗൈഡഡ് കോൺസെപ്റ്റിലാണ് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും സമയത്ത് നമ്മുടെ ബ്രീത്ത് ഔട്ടായാൽ പോലും വീണ്ടും അതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു എളുപ്പ രീതി നമുക്ക് സ്വായത്തമാക്കാം. ഇത്രയും ലോങ് ടൈമിലേക്ക് കോൺസെൻട്രേഷൻ പോകാതെ തന്നെ ബ്രീത്തിനെ മാത്രം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് സാധാരണ മെഡിറ്റേഷനിൽ ഇങ്ങനെ ചെയ്യാറില്ല, ആളുകൾ പറയുകയോ ചെയ്യുന്നല്ലേ. അപ്പോൾ ഇതൊരു വിഷ്വൽ ഇഫക്റ്റ്, അതോടൊപ്പം നമുക്ക് സൗണ്ട് ഇഫക്റ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇഫക്റ്റീവ് ആകും, നമ്മുടെ വാക്കോ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യും എന്ന് പറയുന്ന പോലെ. ഞാൻ ആ ഗ്രൂപ്പിൽ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ദെൻ വേറെ ആർക്കാണ് പറയാനുള്ളത്? റോയ് സാർ, ജോർജ് സാർ. എനിക്ക് ക്ലാസ് വേറെ തിരക്കിപ്പെട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് കേട്ടോളാം, നഷ്ടായി. കഴിഞ്ഞ ആഴ്ച ഇത് തന്നെയല്ലോ സാർ? അല്ലല്ല, അത് ഡ്യൂറേഷൻ കൂടുതൽ അല്ലേ? അല്ല, 20 മിനിറ്റ് ആണ് ഞാൻ എടുത്തത്. അത് ടൈമിന് ബ്രീത്തിങ്ങിന് 6 ആയിരുന്നു. 6 seconds inhale and inhalation and 6 seconds exhalation ആണ്. ഡ്യൂറേഷൻ വ്യത്യാസമുണ്ടായിരുന്നു. ഡ്യൂറേഷൻ വ്യത്യാസം. ഇത് കുറച്ചും കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അല്ലെ, ലങ്സിന്റെ കപ്പാസിറ്റി ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സാറേ പറയും. താങ്ക് യു സാർ. ആനന്ദ് സാറേ, സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് വിലയിരുത്തലോ അഭിപ്രായമോ ഒന്നും പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ വലിയ സാർ ആദ്യം സൂചിപ്പിച്ചു, ഞാൻ പുതിയ കാര്യമൊന്നും അല്ല പറയണേ, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, ഓർമ്മപ്പെടുത്തലാണ് എന്നും. ഓർമ്മപ്പെടുത്തലിനേക്കാൾ ഉപരിയായി പഠിപ്പിക്കലായിരുന്നു. വാസ്തവത്തിൽ പ്രാക്ടിക്കൽ ആൻഡ് വിഷ്വൽ ആൻഡ് ഓഡിയോ
ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ചിട്ട് മോഡേൺ മെത്തേഡിലുള്ള ഒരു ക്ലാസ് അതായിരുന്നു. ശരിക്കും ഞാൻ ബൈപ്പാസ് കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇതേപോലെ സ്പൈറോ ബാൾ ഇങ്ങനെ ഊതി ഉയർത്തുന്ന ഒരു ഇതിനകത്ത് കിടക്കുന്ന ബോളിനെ ഇങ്ങനെ പൊക്കി ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു എക്സർസൈസ് വളരെ ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് എത്ര കഴിയുന്നു അതാണ് നമ്മുടെ റിക്കവറിക്ക്. ലങ്സിൽ നിന്ന് ഓക്സിജൻ കൊടുക്കുന്നത്, ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടണം. അങ്ങനെയാണ് ഹാർട്ടിന്റെ എന്താ പൂർവ്വ ശക്തിയിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അന്ന് അത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ഓർക്കാനിട വന്നു. ഞാൻ ആ ഇൻസ്ട്രുമെന്റ് വൈഫിനോട് പറഞ്ഞ് എടുക്കുമായിരുന്നു. എന്തായാലും ഈ ലങ്സിന്റെ കപ്പാസിറ്റി കൂടുന്നു. അതുപോലെ സാറേ മറ്റൊരു കാര്യം, ഈ ഒരു ഭീഷണി അല്ലെങ്കിൽ നമുക്കൊരു ഒരു 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 ത്രെട്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ ബോഡിക്ക് ആയ ഒരു റെഡ് അലർട്ട് കൊടുക്കുകയും പെട്ടെന്ന് നമ്മളുടെ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ചേഞ്ചസ് നമ്മൾ വരികയും ചെയ്യുന്ന ആ ഒരു അനുഭവം, അത് ശരിക്കും വർഷങ്ങളോളം ഞാൻ അനുഭവിച്ചു. ഔദ്യോഗിക കാലഘട്ടങ്ങളിൽ അവസാനത്തെ ഒരു കുറേ കാലഘട്ടം ശരിക്കും അനുഭവിച്ചു. ആരോടും നോ പറയാൻ പറ്റാത്തത് കൊണ്ടും തിരിച്ചു പറയാൻ പറ്റാത്ത ഒരു ശീലമായതുകൊണ്ട് ആത്മാർത്ഥതയൊക്കെ ബലഹീനതയാണെന്ന് കരുതി ഒക്കെ കുറെ പഴി കേൾക്കാനൊക്കെ ഇടവരിക, തിരിച്ചു പറയാൻ പറ്റാതെ പോവുക, അതൊക്കെ എന്നെ ബുദ്ധിമുട്ടിച്ചു. തിരിച്ചു വന്ന് റിട്ടയർമെന്റ് കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് ഇങ്ങനെ കഴിയുന്ന കാലത്താണ് ഒരു കുറച്ച് കാലയളവ് വീണ്ടും ഓവർ സ്ട്രെസ് വന്ന. അത് മാത്രമേ എനിക്കുണ്ടായുള്ളൂ എൻ്റെ ബൈപ്പാസ് സർജറിക്ക് കാരണമായത്. അല്ലാതെ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ ഒരു ഒട്ടേറെ ലിസ്റ്റ് അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. കുടിക്കുവോ, വലിക്കുവോ, അങ്ങനെ ഭക്ഷണ രീതി, ഇതൊക്കെ ഒന്നും അതൊന്നും ആയിരുന്നില്ല. അവസാനം വന്ന് എവിടെ എത്തി? സ്ട്രെസ് ഇത്തിരി കൂടുതലായിരുന്നല്ലേ, അവിടെ എത്തി. അതൊരു വലിയ വിഷയമാണ്. അതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എല്ലാം എത്ര കോടികൾ നേടിയിട്ടും ആരോഗ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാനെന്ന് പറയുന്നത് പോലെ ബാക്കിയെല്ലാം പിന്നെ മരുന്നിനെ ആശ്രയിച്ച് അതുകൊണ്ട് സൈഡ് ഇഫക്റ്റുകളിലേക്ക് എത്തും. എന്തായാലും ഈ ടെക്നിക്ക് കൂടുതൽ അറിയുന്നതും പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ആദ്യം ഓമന ടീച്ചർ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഞാൻ ഇതുപോലെ ശ്രമിക്കും. പണ്ടൊക്കെ ഈ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഇരുന്നിങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രായം കൂടുന്നതിൻ്റെ ആണോ ആരോഗ്യ പ്രശ്നമാണോ എന്നറിയില്ല, നമുക്ക് മെഡിറ്റേഷൻ അത്ര അങ്ങ് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഇത് ശീലിക്കാൻ കൂടുതൽ നോക്കും. കാരണം എണ്ണിക്കൊണ്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാമല്ലോ, അത് എളുപ്പ മെത്തേഡാണ്. മെഡിറ്റേഷൻ എന്നൊന്നും പറയുന്നില്ല. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, റോയ് സർ, ഷീല മാം, സരസ്വതി മാം, രജിത, ബീന മാം. ഗുഡ് ഈവനിങ് സർ, ആന്റണി സർ, സാർ, എല്ലാവർക്കും ഞാൻ ഇതിലോട്ട് കയറിയിട്ട് ഭൂമിയിൽ ആന്റണി സർ, ഭൂമിയിൽ വളരെ കുറച്ചു പേർക്ക് ഒരാളെ മറ്റൊരാൾക്ക് കാണുമ്പോൾ സ്ട്രെസ് പിന്നെ ഉണ്ടാകാതിരിക്കുന്ന ചില അപൂർവം ചില വ്യക്തികളുണ്ട്. അതിലൊരാളാണ് ആന്റണി സാർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സാറിന്റെ ക്ലാസ്സിന് ഇരിക്കുമ്പോ തന്നെ സ്ട്രെസ് ഇല്ല എന്നുള്ളതാണ്. അത്രയും നേരം ഉണ്ടെങ്കിൽ പോലും ആ സ്ട്രെസ് ഒക്കെ പോയിട്ട് സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പില് നല്ല ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട്. അത് വെറുതെ പറയുന്നതല്ല, എനിക്ക് അനുഭവപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞു സാറേ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള 1-2 ഡൗട്ടുകളുണ്ട്. സാറിന് പറഞ്ഞു തരാൻ പറ്റും സാറേ? ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായി കഴിയുമ്പോഴേ നമ്മൾ ആകെ തലയ്ക്ക് വല്ലാത്തൊരു മരവിപ്പും വല്ലാത്ത എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കതങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു മുമ്പ്. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഡീപ് ബ്രീത്ത് എടുക്കാറുണ്ട്. അപ്പോഴത്തേക്കും അത് നമുക്ക് അത്യം സ്ട്രെസ്സിനെ കുറേയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഈ തലയ്ക്ക് മരവിപ്പ് അല്ലെങ്കിൽ ഒരുതരം എന്താ വണ്ട് കിടന്ന് മൂളുന്ന പോലുള്ള ഒരു അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട് സാറേ. അതാണോ അത് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ മെഡിറ്റേഷൻ എന്നാണ് എനിക്ക് സാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്.
ചോദ്യം കഴിഞ്ഞു. അല്ലേ സാർ? യെസ്, ഓക്കെ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നമ്മൾ സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലാണ് സ്ട്രെസ്സിന്റെ ഇത് എഫക്റ്റ് കാണുന്നത്. മനസ്സിലായോ? ഇപ്പൊ ചിലർക്ക് അത് തലവേദനയായിരിക്കും, ചിലർക്ക് മരവിപ്പായിരിക്കും, വണ്ടുപോകുന്നതായിരിക്കും, ചിലർക്ക് ചിലപ്പം കൈകാലുകളൊക്കെ വേർക്കുന്നതായിരിക്കും, ചിലർക്ക് ശ്വാസം മുട്ടലായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് വയറ്റിൽ പെട്ടെന്ന് അപ്സെറ്റ് ആകുന്ന ആ ഒരു വയറ്റിങ്ങനെ ഇതെങ്ങനെയുള്ളത് ഓരോ രീതിയിലാണ്. അപ്പൊ ആ സ്ട്രെസ് കാരണം നമ്മള് ശരിക്കുള്ള ഒരു കൺഫ്രണ്ടേഷൻ, അതായത് ഫേസ് ടു ഫേസ് നമുക്ക് ഒരു ത്രെട്ടനിങ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി വരണമെന്നില്ല. നമ്മളുടെ ഇമാജിനേഷൻ വഴി അല്ലെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കൊണ്ട് നമുക്ക് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ അതിനെ അതാണ് സ്ട്രെസ്സിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത്. അതിനെ മാറ്റാനുള്ള പണി എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നത് ശരിക്കും ഡീപ്പ് ബ്രീത്തിങ് തന്നെയാണ്. ഏറ്റവും ഇതായിട്ട് നമുക്ക് അതിനെ ശാന്തമാക്കുന്നത്. പക്ഷെ നമ്മളത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അത് വരട്ടെ, എനിക്ക് സ്ട്രെസ് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്സെറ്റ് ആകുമ്പോൾ ഞാൻ ചെയ്തോളാം, ഇങ്ങനെ ആ ഡീപ്പ് ബ്രീത്തിങ് നടത്തുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും, ഞാൻ അതിനൊരു കഥ പറയുന്നത്, അതായത് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജ്യം യുദ്ധം ഉണ്ടാകട്ടെ, ശത്രുക്കളാരെങ്കിലും വരട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർമിയൊക്കെ ഉണ്ടാക്കി യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുദ്ധം ആരെങ്കിലും അയൽരാജ്യക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ആർമിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയത് പറഞ്ഞവരെ എന്താണ് ഇത് ട്രെയിൻ ചെയ്ത് നമുക്ക് അതിങ്ങനെ അതാണ് നമുക്ക് പെട്ടെന്ന് ഒരു പിടിവള്ളി കിട്ടുന്ന ആ ഒരു ഇത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മീറ്റിംഗ് നമ്മൾ പതിവായിട്ട് എങ്കിലും ഞാൻ പറഞ്ഞ കൂടുതലായിട്ട് ചെയ്ത് പരിശീലിച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് നമുക്ക് ഒരു ഇത് കിട്ടും. അതുകൊണ്ട് നമുക്ക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, വെല്ലുവിളികളുള്ള സാഹചര്യങ്ങൾ. പിന്നെ സയൻസ് ബിഹൈൻഡ് സ്ട്രെസ് എന്ന് സാറ് പറഞ്ഞിട്ട് ബ്രെയിനിന്റെ പിക്ചറൊക്കെ കാണിച്ചല്ലോ. ബ്രെയിനിന്റെ പിക്ചറൊക്കെ അതില് ഹൈപ്പോതലാമസ്, അമിഗ്ഡാല തുടങ്ങിയ പിന്നെ പാർട്ടുകളൊക്കെ കാണിച്ചു. സാറേ, അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അപകടമോ അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടെന്നോ ഒക്കെ കാണുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന റിയാക്ഷൻസ് ഓരോ പാർട്ടിലും ഉണ്ടാകുന്നതാണ് സാർ അതിൽ പിക്ചറായിട്ട് കാണിച്ചത്, അല്ലേ സാർ? അപ്പൊ അവസാനം വന്നിട്ട് റാപ്പിഡ് ബ്രീത്തും എക്സ്ട്രാ ഓക്സിജനുമാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അല്ല അതാ സാറേ എനിക്ക് അറിയേണ്ടത്. ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്ട്രാ ഓക്സിജൻ ഉണ്ടാകാനായിട്ട് റാപ്പിഡ് ബ്രീത്ത് ഉണ്ടാകും എന്നാണ് സാർ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. അതായത് നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അമിഗ്ഡാല ഇത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു, എന്താണ് ഹിപ്പോതലാമസ് നമ്മളെ അറിയിക്കുന്നു. അമിഗ്ഡാല ആദ്യം വരുന്നു, ഹിപ്പോതലാമസ് ഫർദറായിട്ട് ഫോർവേഡ് ചെയ്യുന്നു, അതിനുശേഷം അഡ്രിനാലിൻ, കോർട്ടിസോൾ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇതെല്ലാം നമ്മളുടെ ശരീരത്തിൽ അത് ശരിക്കും ഒരു ത്രട്ടനാണ് വരുന്നത്. അതായത് നമുക്ക് പ്രത്യേകിച്ച് അപകട സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒന്ന്. അപ്പൊ ആ സമയത്താണ് അത് വരുന്നത്. കാരണം അതിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടുക എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതില്ലെങ്കിൽ പോലും അവിടെ ഞാൻ പറഞ്ഞ ഓക്സിജൻ കൂടുതലായിട്ടും ബ്രെയിനിന് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് ഗ്ലൂക്കോസ് കൂടുതൽ നമ്മളുടെ മസിൽസിന് ആവശ്യമുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇത് ശരീരം പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രക്രിയ, ആ പ്രോസസ്സ് നമുക്ക് ഇമാജിനേറ്റീവ്ലി നമുക്ക് ഉണ്ടാക്കാം. കാരണം നമുക്ക് ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമ്മുടെ മനസ്സിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലകളിലെ നമ്മളുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അല്ലെങ്കിൽ ദേഷ്യങ്ങളോ നെഗറ്റീവോ ആയിട്ടുള്ള കാര്യങ്ങളോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓർമ്മയിൽ നിന്നും നമുക്ക് ഇത് ഒരു ഇത് വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു അലേർട്ട് സിറ്റുവേഷനിലാണ് വരുന്നത്. ഓക്കെ, ANS അതിലാണ് നമ്മൾ കൂടുതൽ നിൽക്കുന്നത്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെക്കാൾ കൂടുതൽ നമ്മൾ ANS നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം ഇത് ഈ ഓക്സിജൻ കൂടുന്നത് ബ്രെയിനിന് ആവശ്യമുണ്ട്, ഗ്ലൂക്കോസ് നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് കാലുകൾക്കൊക്കെ ആവശ്യമുണ്ട് ഓടാനാണ്, അതിന്റെ കൈകൾക്കൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് കിട്ടുന്നതിന്റെ അതിന്റെ ആ ഒരു പ്രോസസ്സാണ്. അത് പെട്ടെന്ന് സെക്കൻഡിനുള്ളിൽ എല്ലാം സംഭവിക്കുന്നു. കാരണം കാണുന്നു, പോകുന്നു, ഇതെല്ലാം ഇതിന്റെ ടൈമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ മില്ലി സെക്കൻഡ് കൊണ്ട് കാര്യങ്ങളെല്ലാം ശരീരം അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ക്ലിയർ ആയി സാർ, ക്ലിയർ ആയി.
പിന്നെ ഓക്കെ. ഇപ്പൊ വന്യതയിൽ നിന്ന് നോക്കുന്നു, പിന്നെ ഈ 15 മിനിറ്റ് കൊണ്ട് മൃഗങ്ങൾ സ്ട്രെസ്സിൽ നിന്ന് വിമുക്തരാകുമെന്ന് പറഞ്ഞു. ഇത് പിന്നെയും സമയമെടുക്കും ഒരുപാട്. പിന്നെയും അത് നമ്മൾ ആലോചിക്കും തോറും ആ സ്ട്രെസ്സിന്റെ ഒരു മിനി ടൈപ്പ് നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടുമെന്നാ സാറ് പറഞ്ഞത് അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മള് മൃഗമാണ്, പക്ഷെ എന്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രെസ് കണ്ടിന്യൂ ചെയ്യുന്ന എന്നൊരു ഡൗട്ട് തോന്നാറുണ്ട്. ഓക്കെ, അത് നമ്മളുടെ മനസ്സിന്റെ ഇതാണ്. കാരണം ഞാൻ പറഞ്ഞ മൈൻഡിൽ അത് പ്രോസസ് ചെയ്യപ്പെടുന്നു, വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അങ്ങനെ ആവർത്തിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും ക്രോണിക് സ്ട്രെസ് ആയിട്ടുണ്ട്. അല്ലെ, കൂടുതലുള്ള അതുകൊണ്ടായിരിക്കും. ഓക്കെ. പിന്നെ സാറേ ഈ നമ്മള് പിന്നെ അതുപോലെ തന്നെ 4 ടൈപ്പ് ബ്രീത്തിങ് പറഞ്ഞതില് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് സാറ് അന്ന് കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞിരുന്നു. 3, 4, 5 സെക്കൻഡ്സിന്റെ. സാറേ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ മെഡിറ്റേഷൻ ചെയ്തപ്പോഴും 4-8 ചെയ്തപ്പോഴും എനിക്ക് അത് ആ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങിന്റെ ഒരു സ്വഭാവത്തിലേക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. അതായത് നമ്മുടെ പിന്നെ വയറിന്റെ ഭാഗം ഉയർന്നു വരിക, എക്സേൽ ചെയ്യുമ്പോൾ കഴിവിന്റെ പരമാവധി ചുരുങ്ങുക. ഓക്കെ, അത് അങ്ങനെ തന്നെ വന്നു. പിന്നെ കുറച്ച് സമയം അത് ഹോൾഡ് ചെയ്യേണ്ടി വന്നു. 4 കഴിഞ്ഞിട്ട് 4 എത്തിയിട്ടില്ലായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഹോൾഡ് ചെയ്യേണ്ടി വന്നു. പിന്നെയും ഉണ്ടൊരു സംശയം. പിന്നെ ഒരെണ്ണം ഉള്ളത് സാറേ, നമ്മള് ശ്വസിക്കുന്നതില്, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതില് അന്തരീക്ഷ വായു ഇൻഹെയിൽ ചെയ്യുമ്പോൾ അതിൽ ഒത്തിരി ഗ്യാസസ് ഉണ്ട് അല്ലെ സാറേ? അതിൽ നിന്ന് ഓക്സിജൻ മാത്രമാണ് നമ്മുടെ ലങ്സ് എടുക്കുന്നത് തോന്നുന്നതല്ല, ആണ് എടുക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കണം ഈ 4-8 മെഡിറ്റേഷൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം എടുത്ത വായുവിൽ നിന്ന് ഈ വളരെ കണ്ടന്റ് കുറവാണ് ആ വായുവിൽ ഓക്സിജൻ. അതെടുക്കാൻ 4 സെക്കൻഡ്സും മതിയാകും. ബാക്കി വരുന്ന ഈ വേസ്റ്റ് ആയിട്ട് വരുന്ന ഗ്യാസസ് എല്ലാം കൂടെ വെളിയിൽ പരമാവധി കളയുന്നതിന് ഈ 8 സെക്കൻഡ്സ് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മെഡിറ്റേഷൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ ഞാൻ പറഞ്ഞില്ലേ. നമ്മളിപ്പോ പല കറികളുള്ള ഒരു വലിയ സദ്യ ഉണ്ടെങ്കിലും 1-2 കറികളായിരിക്കും നമ്മൾ അത് കഴിക്കുമ്പോഴേക്കും. അത് കൂടുതൽ കറികളുണ്ടെങ്കിലും ചിലപ്പോൾ ഒന്നാണ്ടായിരിക്കും നമുക്ക് താല്പര്യം. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. അത് ആ രീതിയിൽ അത് എടുക്കാൻ ചെയ്യാം. എന്തായാലും ഈ മെഡിറ്റേഷൻ ഈ കുറച്ചു ദിവസമായിട്ട് കിട്ടുന്നത് കൊണ്ട് സാറേ, ഇപ്പൊ നമ്മൾ കുറച്ച് സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ള ആ ഒരു താല്പര്യം ഉണ്ടാക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. അത് വളരെ ഉപകാരം. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. ഓക്കെ സാർ. സാറേ, ഞാൻ ഈ സ്ട്രെസ്സിനെ കുറിച്ചും സ്ട്രെസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഈ വലിയ തന്നെ ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ബ്രീത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ സാറ് പറയുമ്പോഴാണ് അത്ര കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2, പൊതുവായി സ്ട്രെസ് ഇല്ലാത്തവർ, ആങ്സൈറ്റി ഒന്നും ഇല്ലാത്തവർ വേറെ എന്തോ കുറവുള്ളവരായിട്ടാണ് സമൂഹവും മറ്റുള്ളവരും കാണുന്നത്. ഇപ്പൊ പെട്ടെന്നൊരു ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും അതിൽ കൂടുതൽ ഇപ്പൊ വേണമെങ്കിൽ മരണ വീട്ടിൽ തന്നെ നീ ചോദിച്ചു, കരയുകയും ബഹളമായ സ്ട്രെസ് കൂടുതലുള്ളവർക്ക് കൂടുതൽ സ്നേഹമുള്ളതും മറ്റതും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ ചിത്രീകരിക്കുന്നത്. അത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ. പക്ഷെ അവനവന്റെ ഒരു ആശ്വാസവും സുഖവും എന്ന് പറയുന്നത് ബുദ്ധിപരമായുള്ള ചിന്ത എന്ന് വേണേൽ പറയാം. അപ്പോ അത് ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിനൊരു റീസണബിൾ ആയിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ ഈ സ്ട്രെസ്സിനൊരു വ്യത്യാസം വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് ഉതകുന്ന ഒരു ഭാഗം ഈ ശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് ശ്വാസം വലിക്കുന്നതൊക്കെ വളരെ കുറച്ച്, ശ്വാസം എന്തായാലും നിന്നു പോകുന്ന സ്റ്റേജിലൊക്കെയാണ് സ്ട്രെസ്സിൽ വരുന്ന ചില ആൾക്കാർ. പക്ഷെ അത് ഈ കൂടുതലായിട്ട് ഇങ്ങനെ ശ്വാസോച്ഛ്വാസം നോർമലി കൂടുതലായിട്ട് വരുമ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് വളരെ
യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അറിവാണ്. അത് ഞാൻ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. സാറിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ് വരുമ്പോൾ ഞാൻ തന്നെ ഈ വയറ് വീർത്തു വരികയാണോ ഇൻടേക്ക് ചെയ്യുമ്പോൾ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു സത്യത്തിൽ. കാരണം അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻസൈറ്റ് കിട്ടിയത് സാറിൻ്റെ ഈ ക്ലാസ്സുകളിൽ നിന്നുമാണ്. കാരണം അത്രയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ ഡയഫ്രത്തിന്റെ എൻലാർജ്മെന്റോ അല്ലെങ്കിൽ അബ്ഡോമിനലായിട്ടുള്ള വരുന്ന വ്യത്യാസങ്ങളൊന്നും അത്രയ്ക്ക് ശ്രദ്ധിക്കാറില്ല. പക്ഷെ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ വന്നത്. പിന്നെ സാറിൻ്റെ ഈ മൈൻഡ്ഫുൾ മെഡിറ്റേഷനിലൂടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. കുറേ കൂടി നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ അത് വളരെ ഇതാണ് ആ കാര്യങ്ങൾ. അത് നമ്മൾ അത്ര ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഇതില്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു മാരകമായ അസുഖം 2006 വന്നു. ഞാനത് സിമ്പിളായിട്ട് എടുത്തുള്ള ഒരു വിഷയമായിട്ട് കണ്ടുമില്ല. കാരണം റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാണ്, സർജറി കഴിഞ്ഞ ഒക്കെയാണ് ഈ ഇത്തരത്തിലൊരു ട്യൂമർ വന്ന് റിമൂവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ കുറച്ച് നാളത്തേക്ക് മറ്റേ ബാഗ് വെച്ചു. പിന്നെ ബാഗ് റിമൂവ് ചെയ്യാൻ സർജറി കഴിഞ്ഞു. പിന്നെ റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇതുപോലെയുള്ള പല ആൾക്കാരെയും ഈ ഇങ്ങനെ റേഡിയേഷൻ വരുമ്പോഴും മറ്റുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും അതോടുകൂടി അങ്ങ് വല്ലാണ്ട് ഡൗൺ ആയി പോകുമ്പോൾ അത് സ്ട്രെസ്സിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പൊ അവരൊക്കെ ചിന്തിക്കുന്നത് ഡിപ്പെൻഡൻസ്, ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വരുന്ന കുഴപ്പങ്ങളും ഒക്കെയാണ്. ഞാൻ അവരോടൊക്കെ സംസാരിച്ച് നോക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. അപ്പൊ അവർക്കൊക്കെ പറയാനുള്ള അവരുടെ അസുഖമല്ല, എൻ്റെ അഭാവത്താൽ എങ്ങനെ ആർക്കൊക്കെ വരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ആരും തന്നെ ഇപ്പൊ ഇല്ല. ഉള്ളു ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേം കൂടി എന്നോട് ഈ പറഞ്ഞ സഹകരിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. എങ്കിലും അദ്ദേഹവും പോയി. ഈ മാതൃഭൂമിയിലൊക്കെ കാർട്ടൂൺ പഠിച്ചിരുന്ന ജോയി കുളനട എന്ന് പറയുന്ന ഒരാൾ, അത് ഒത്തിരി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നേരം ഈ ചിന്തയാണ് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു, വരുംവരായികളെയും മറ്റേ കുറിച്ചും. അപ്പൊ ബേസിക്കലി ഇങ്ങനെയുള്ള ഒരു സംഗതി വരുമ്പോൾ തന്നെ അതിൻ്റെ കാരണങ്ങളെ കുറിച്ച് അന്ധമായി ചില ചിന്തകൾ പോകുന്നു. മറ്റുള്ളവരുടെ ചില അഭിപ്രായങ്ങളും കേൾക്കുന്നു. ഇങ്ങനെയൊക്കെ സ്ട്രെസ് കൂടുതൽ വരും. പക്ഷേ ഇത് നേരിടാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അവനവൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതില്ലാത്തവർക്ക് ഒരാശ്വാസം കിട്ടാനായിട്ട് ഈ പ്രൊസീഡിയറുകൾ വളരെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സാറിൻ്റെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്ന ഓരോ ഭാഗങ്ങളും പഴയ ക്ലാസ്സിലുള്ള ഭാഗങ്ങളാണെങ്കിലും കുറേ കൂടി അത് തറവാക്കാനുള്ള സഹായമാണ്. അതിൽ പഴയത് ഒത്തിരി കാര്യങ്ങൾ സാറ് നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇതൊക്കെ. എങ്കിലും അതൊന്ന് ക്രോഡീകരിച്ച് ഇത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ ഒരു സ്ട്രെസ് ഇല്ലാതെ എങ്ങനെ ആള് നിൽക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരാള് സ്ട്രെസ് ഉള്ള ആളാണെങ്കിൽ വലിയ പാടായിരിക്കും നമുക്ക് ഫോളോ ചെയ്യാൻ. എന്നാൽ സാറിൻ്റെ പ്രസൻറ്റേഷനും ഇതും കണ്ടാൽ അറിയാം, സാറ് ഇത് എൻജോയ് ചെയ്യുകയും അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണെന്ന് സാറിൻ്റെ മുഖത്ത് നോക്കി അറിയാം. വളരെ സിമ്പിളായിട്ട്. അതുപോലെ തന്നെ ചില പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ഒക്കെ പലരും ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ മനസ്സംയമനത്തോടുകൂടി എന്നുള്ള രീതിയിലുള്ള സാറിൻ്റെ പ്രസന്റേഷനൊക്കെ ഈ സ്ട്രെസ്സിൻ്റെയും വൈകാരികമായ കൺട്രോളിൻ്റെ ഒരു ഭാഗമാണ്. അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല, സാറ് ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ ധരിക്കുന്നു. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു തരാനുള്ളതായ ബാക്ക്ഗ്രൗണ്ടാണ് സാറ് പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിവേ താങ്ക് യു സാർ. ഒരു വലിയ അനുഭവമാണ് സാറുമായിട്ടുള്ള ഈ ഓൺലൈനിൽ, വെബിലാണെങ്കിലും ഓൺലൈനിലുള്ളതായ കോണ്ടാക്ട്. അതെല്ലാം കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസം തോന്നുന്നു. കാരണം കാണുമ്പോൾ തന്നെ ഒരു ഓക്കെ സാർ. താങ്ക് യു. Anyway, thank you, sir. Thank you, Roy, sir. Okay. സാർ അതല്ല സാറേ, ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതിനെ കൃത്യമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അതെ, കൃത്യമായിട്ടല്ലേ താളാത്മകതയിൽ താളം തെറ്റിപ്പോകുന്നതാണല്ലോ സ്ട്രെസ് എന്ന് പറയുന്നത്.
എപ്പോഴാണ് തെറ്റുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ഒരു പരിശീലനത്തിന് തീർച്ചയായിട്ടും അത് നമ്മളുടെ ലൈഫിലും അത് കൃത്യമായിട്ട് ആദ്യം നമ്മളിൽ പരീക്ഷിക്കപ്പെടണം എന്നാണല്ലോ അതിന്റെ. അപ്പൊ ആ ശാന്തത ഞങ്ങൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് റോയ് സാർ പൂർണ്ണമായിട്ടും പറഞ്ഞത്. സരസ്വതി മാം, ഡോക്ടർ ആരെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ആന്റണി സാർ, താങ്ക് യു. ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പ്രായോഗിക ഒരു പ്രാക്ടിക്കൽ തലത്തിലുള്ള അനുഭവമാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും. നമ്മളത് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ, പ്രാക്ടീസ് ചെയ്യും. ആ 20 മിനിറ്റ് നേരം നമ്മൾ നിൽക്കുവാണെങ്കിൽ ഒരു നോർമൽ ഗൈഡഡ് മെഡിറ്റേഷനേക്കാളും കൂടുതലായിട്ട് വിഷ്വലായിട്ടും നമുക്ക് കൃത്യമായിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളതിനൊപ്പം സഞ്ചരിക്കും. ഷില പോയി, ഉഷാ മാം പനിയാണോ അറിയോ? എന്തോ അർജന്റ് കാര്യങ്ങളുണ്ട് സാറേ, അത് കാരണം കേറാത്തതാണ്. പനിയായിരുന്നു, അപ്പൊ അതായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. പനി മാറി. ശ്വാസം യഥാർത്ഥ ഈശ്വരനാണെന്നുള്ള ശ്വാസക്രമീകരണം പഠിച്ച കറക്റ്റായിട്ട് മനസ്സിലായി. ശിവൻ പോയ ചാവാണെന്നുള്ളത്, ആ ശിവശക്തി തന്നെയാണ് ഈ ശ്വാസം എന്നുള്ളത്. ശിവം എന്നുള്ളൊരു പവറല്ലേ. അപ്പൊ ശ്വാസത്തിന്റെ കൺട്രോൾ, നമുക്ക് ദേഷ്യം വരുമ്പോ ആ ശ്വാസത്തിന്റെ റിഥം കൂടണതും സമാധാനത്തില് ശ്വാസം വളരെ ആയാസകരായി പോണതും എന്നെ ആലോചിച്ചു കഴിഞ്ഞാല് കോപം പിശാചാണെന്ന് തന്നെ വിവചനം. അതുകൊണ്ട് അതിനെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ അമിഗ്ദല ഹൈജാക്ക് അറിയാത്തവനും അറിയാം. സാധാരണക്കാരൻ പറയും ആ കോപാഗ്നി നെറ്റിത്തടത്തെ മറക്കും, കാരണം ബോധതലത്തെ മറക്കും. പിന്നെ ബുദ്ധിരത വർത്താനാണല്ലോ ഭ്രാന്തായിട്ട് പുറത്തേക്ക് വരാൻ. അപ്പൊ ശ്വാസത്തെ കൺട്രോൾ ചെയ്ത കിട്ടിക്കഴിഞ്ഞ കയ്യിൽ കൺട്രോൾ കിട്ടും. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സാറേ ആ. ഒരു കാര്യം സാറേ, ജോൺ കബാറ്റ്സന്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് ആയി MBSR MBCT, അത് പിന്നെ MBSR എന്ന് പറഞ്ഞ സ്ട്രെസ് റിഡക്ഷൻ ആണോ സാർ ഉദ്ദേശിക്കുന്നത്? അതെ, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ ക്ലിനിക് എന്നാണ് അത് അറിയപ്പെടുന്നത്. MBSR 100 കണക്കിന് മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ കോഴ്സുകളൊക്കെ ഉണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷനില് അല്ലെങ്കിൽ എന്താണ് പാലിയേറ്റീവ് കെയറില് ഇതിനൊക്കെ ഒത്തിരി അത് അങ്ങോട്ട് മൈൻഡ്ഫുൾനെസ് ഒത്തിരി വ്യാപിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടെത്തുന്ന ക്ലിനിക്കലായിട്ട് പ്രത്യേകിച്ച് അവർ ആദ്യം ഉപയോഗിച്ചതാണ് MBSR MBCT. അതുപോലെ 100 കണക്കിനുണ്ട് ഈ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ അല്ലെങ്കിൽ എന്താണ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ട്രെയിനിങ് എന്ന് വേണേൽ പറയാം. ഒത്തിരി കാര്യങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യപരമായ മേഖലകളിൽ ഒത്തിരി, അല്ലാതെ എഡ്യൂക്കേഷനിലുണ്ട്. മറ്റേപോലെ എന്താണ് ഇന്റഗ്രേഷൻ, ഈ പ്രശ്നങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഒത്തിരി ഉണ്ട്. സോ താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ഞങ്ങളത് പ്രാക്ടീസ് ചെയ്യാം. ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തേക്കാം. അടുത്ത ആഴ്ച വരുമ്പോൾ ഞങ്ങൾ ഇച്ചിരി കൂടെ പവർഫുൾ ആയിട്ട് വരും. പിന്നെ ഒരു കാര്യം കൂടി, സാറിന്റെ പിന്നെ ഒരു കവിതയും പിന്നെ അല്ലാതെ ഒരു പാരഗ്രാഫും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ആന്റണി സാറിന്റെ. വളരെ നല്ല ഒരു പോയം. അതുപോലെ മറ്റേ അടുത്ത വേറെ ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നതും വളരെ നല്ലതായിരുന്നു. Okay. Thank you very much, sir. Okay, then, yeah, bye. Have a nice evening and good night to you all.